ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. രക്ഷകന്റെ തിരുപ്പിറവിക്കായി വലിയ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന മംഗളവാർത്താ കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയപരമായ ചലനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടക്കുന്നതിൻ്റെ ചൂടിലുമാണ് നാം ഓരോരുത്തരും. നമ്മൾ ഓരോ പൗരന്മാരും ഹൃദയത്തിൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആരാണ് നമ്മുടെ നാടിന് ശാശ്വതമായ നീതിയും സമാധാനവും കൊണ്ടുവരിക? ആരാണ് നമ്മുടെ ഭയം മാറ്റുക? ഇന്ന് നാം ശ്രവിച്ച ദൈവവചനം ഈ വലിയ ചോദ്യങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെയും വ്യക്തിപരമായ ആശ്വാസത്തോടെയും മറുപടി നൽകുവാൻ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 24 ഉള്ള തിരുവചനങ്ങളാണ്. പാപം ചെയ്ത ആദവും ഹവ്വായും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട്. ആ ഒളിച്ചോട്ടം ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലിൻ്റെയും വേദനയാണ്. നമ്മുടെ ജീവിതത്തിലും അത്തരം ഒളിച്ചോട്ടങ്ങളില്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, അകൽച്ചകൾ കാണുമ്പോൾ, പരിഹരിക്കുവാൻ ശ്രമിക്കാതെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മളും ഒളിച്ചോടുകയല്ലേ? സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷത്തിന്റെ മതിലുകൾ കാണുമ്പോൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി കേൾക്കുമ്പോൾ, ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സംഗരാകുമ്പോൾ നാമും കേവലം ഒളിച്ചോടുകയല്ലേ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതികളിൽ നമ്മുടെ പൗരധർമ്മം നിർവഹിക്കാതെ നിഷ്ക്രിയമായ കാഴ്ചക്കാരായി മാറുമ്പോൾ നമ്മളും ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ സ്നേഹവാനായ നമ്മുടെ ദൈവം നമ്മെ വിട്ടുപോകുന്നില്ല. അവൻ ഉറക്കെ വിളിക്കുന്നു: നീ എവിടെയാണ്? ഓർക്കുക, ഈ ചോദ്യം ഒരു വിധി കൽപ്പനയല്ല, മറിച്ച് അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ക്ഷണമാണ്. നമ്മുടെ ഭയങ്ങളെയും പരാജയങ്ങളെയും മറച്ചു പിടിക്കാതെ സത്യസന്ധതയോടുകൂടി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ഒരു ക്ഷണം. കാരണം നമ്മൾ എവിടെ ഒളിച്ചാലും നമ്മെ തിരികെ വിളിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ദാഹിക്കുന്ന ഒരു നല്ല പിതാവാണ് നമ്മുടെ ദൈവം. ഇന്നത്തെ രണ്ടാമത്തെ വായന ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ ദേശത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നല്ല നാളെ സ്വപ്നം കാണുന്നുണ്ട്. നീതിയും സമാധാനവും പുലരുന്ന ഒരു സമൂഹത്തിനായി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജെറമ്യാ പ്രവാചകനിലൂടെയുള്ള ദൈവത്തിന്റെ ഈ വാഗ്ദാനം നമ്മുടെ ഹൃദയത്തിന് ആഴമായ പ്രത്യാശ നൽകുന്നു. നീതിയും ധർമ്മവും പ്രവർത്തിക്കുന്ന ഒരു നീതിയുടെ ശാഖയെ ഞാൻ ദാവീദിന് വേണ്ടി മുളപ്പിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വോട്ട് ചെയ്യുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമ്മുടെ അന്തിമമായ പ്രത്യാശയും യഥാർത്ഥ രക്ഷയും ഒരു മനുഷ്യനിലോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലോ അല്ലെന്ന് നമ്മൾ ഓർക്കണം. അത് നീതിയുടെ ശാഖയായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ജയപരാജയങ്ങൾക്കപ്പുറം പ്രത്യാശയും സമാധാനവും ഉള്ളവരായി നമ്മെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മംഗളവാർത്താ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ നീതിയുടെ ശാഖയായി മാറാൻ കഴിയുമോ? നമ്മുടെ ചെറിയ കാര്യങ്ങളിലൂടെ, അയൽക്കാരോടുള്ള ദയയിലൂടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ നമുക്ക് ഈ വെളിച്ചം ഈ ലോകത്തിൽ പ്രസരിപ്പിക്കാം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളാണ്. ദൈവത്തിന്റെ വലിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? സുവിശേഷം പറയുന്നു, അതൊരു വലിയ രാഷ്ട്രീയ കേന്ദ്രത്തിൽ നിന്നോ സമ്പന്നമായ കുടുംബത്തിൽ നിന്നോ ഉള്ള വ്യക്തിയല്ല. നീതിയുടെ രാജാവ് കടന്നു വരുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഏറ്റവും എളിയവളെയും സാധാരണക്കാരിയുമാണ്. അതാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട പരിശുദ്ധ മറിയം. മറിയം നൽകുന്ന മറുപടി: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഉൾക്കൊള്ളലിൻ്റെയും വിനയത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃക. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ നമ്മൾ ഓരോരുത്തർക്കും
ഒരു വലിയ പങ്കുണ്ട്. നാം ഒരു വോട്ട് ചെയ്യുന്ന സാധാരണ പൗരനാകാം, ഒരമ്മയാകാം, അച്ഛനാകാം, വിദ്യാർത്ഥിയാകാം, ഒരു കർഷകനാകാം. നമ്മൾ ആരായാലും ദൈവം നമ്മെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആമേൻ പറയുവാനുള്ള നമ്മുടെ ധൈര്യമാണ് ഈ ലോകത്തെ മാറ്റുന്നത്. ലോകത്തിലെ പ്രശ്നങ്ങളുടെ ചുരുളടിക്കുവാൻ ആർക്കും കഴിയുന്നില്ലെന്ന് മൂന്നാമത്തെ വായനയിൽ വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ നിരാശ തോന്നിയേക്കാം. നമ്മുടെ ദേശത്ത് ഇന്ന് നടക്കുന്ന സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികളുടെ മുദ്രകൾ പൊട്ടിക്കുവാൻ ആർക്കാണ് കഴിയുക? പക്ഷേ വചനം തന്നെ നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വചനം പറയുന്നു, കരയേണ്ട, ഇതാ യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ മുദ്രകൾ പൊട്ടിച്ച് ചുരുൾ നിവർത്തുവാൻ വിജയം വരിച്ചിരിക്കുന്നു. ഈ സിംഹം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കുഞ്ഞാടായ ക്രിസ്തുവാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ഭയങ്ങളിലും രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങളിലും അവൻ നമ്മോടൊപ്പമുണ്ട്. ഈ മംഗളവാർത്തക്കാലം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഒളിച്ചോട്ടങ്ങളിൽ നിന്നും പുറത്തു വന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നായി ചേർന്ന് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തിൻ്റെ ഭാവിയിലും ദൈവത്തിൻ്റെ നീതിയും സമാധാനവും മറിയത്തെ പോലെ നമ്മളിലൂടെ സംഭവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആമേൻ.